പ്രിയ ദൈവജനമേ, വിശ്വാസ ജീവിതം വെറുമൊരു ആചാര പ്രകടനം മാത്രമല്ല, മറിച്ച് ക്രിസ്തുവുമായുള്ള സജീവമായ ബന്ധമാണെന്ന് ഇന്നത്തെ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പഴയ നിയമത്തിലെ നിയമങ്ങളും ഉപവാസങ്ങളും അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുന്നത് മണവാളനായ ഈശോയുടെ സാന്നിധ്യത്തിലാണ്. അനുതാപമില്ലാത്ത ഉപവാസത്തേക്കാൾ ഉപരിയായി ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതാണ് ഉത്തമമായ ഭക്തിയെന്ന് അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നു. പഴയ ആചാരങ്ങളുടെ മുഷിഞ്ഞ വസ്ത്രത്തിൽ പുതിയ വിശ്വാസത്തിൻ്റെ കഷ്ണങ്ങൾ തുന്നിച്ചേർക്കാൻ ശ്രമിക്കാതെ ക്രിസ്തു നൽകുന്ന നവീകരണം പൂർണ്ണമായി സ്വീകരിക്കാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈശോയോടൊപ്പമുള്ള ഓരോ നിമിഷവും ഒരാഘോഷമാണ്. കാരണം അവിടുന്നാണ് നമ്മുടെ ആത്മാവിൻ്റെ സന്തോഷം. നമ്മുടെ ഹൃദയങ്ങളെ പുതിയ വീഞ്ഞ് ഉൾക്കൊള്ളുന്ന പുതിയ തുരുത്തികളായി മാറ്റാൻ ഈ വചനം നമ്മോട് ആവശ്യപ്പെടുന്നു. പഴയ പാപവഴികളും കടുപ്പമേറിയ മുൻവിധികളും ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ കൃപകൾ നമ്മിൽ നിറയുകയുള്ളൂ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും തളർന്നു പോകാതെ ക്രിസ്തു നൽകുന്ന പുതിയ പ്രത്യാശയിൽ നമുക്ക് വേരൂന്നാം. വെറും ബാഹ്യമായ മാറ്റമല്ല, മറിച്ച് ആന്തരികമായ ഒരു രൂപാന്തരമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതൽ. നവീകരിക്കപ്പെട്ട മനസ്സോടെയും വിനീതമായ ഹൃദയത്തോടെയും നമുക്ക് കർത്താവിനെ അനുഗമിക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പുതുക്കപ്പെട്ട നാം ലോകത്തിന് പുതിയ വീഞ്ഞിൻ്റെ മാധുര്യമായി മാറട്ടെ. ഈശോയുടെ തിരുരക്തത്താൽ നിങ്ങൾ കഴുകപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.